ചില ആൾക്കാർ നമ്മൾ കാണുമ്പോൾ രണ്ടൊരു ബാക്കിൽ നിന്നിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പറയണം നിൽക്കില്ല, നമ്മളിങ്ങനെ ചിരിച്ചിട്ട് മുണ്ടാണ് മാറുന്നത്. ഇതുപോലെ ആരെങ്കിലും ഭാഗത്തു നിന്ന് കളിയാക്കലുകളോ പഠിക്കുന്ന സമയത്ത് നമ്മൾ കുഞ്ഞുകുട്ടികളായിരുന്ന സമയത്ത് മുമ്പ് ഒരു ടീച്ചർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. ഈ അമ്മയുടെ കണ്ണുനീരിൽ അറിയാൻ കുറേ കഷ്ടപ്പെട്ട് ആണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അമ്മ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട്? അഭിലാഷിന് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തോന്നിയിട്ടുണ്ടോ എനിക്കിങ്ങനെ വരണ്ടായിരുന്നു, അല്ലെങ്കിൽ കണ്ണാടി നോക്കുമ്പോൾ? ഇല്ല, നമുക്ക് അങ്ങനെ അറിയാലോ, നമ്മുടെ ക്യൂട്ടാണ്, അത് മതി. എന്താ പറ്റി എന്നെ പറഞ്ഞിട്ട് അമ്മയുടെ സംസാരം കേൾക്കുമ്പോഴൊക്കെ എൻ്റെ ഉമ്മായ ഓർമ്മ വരുന്നു. അപ്പോൾ ഇതുപോലെ ഉമ്മ പറയാറുണ്ട്, ഏറ്റവും വലിയ ആഗ്രഹം പറഞ്ഞാൽ അമ്മനെ അച്ഛനെ ഹാപ്പി ആയിട്ടിരിക്കണം എപ്പോഴും. അതാണ് അഭിലാഷിനെ കൊണ്ട് ഇപ്പം അമ്മ അച്ഛൻ ഹാപ്പിയാണ്. അതെ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. എല്ലാവർക്കും നമസ്കാരം. 1 to ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് കഷ്ടപ്പെട്ടു വന്ന ഒരാളാണ്, എന്നാൽ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്ന ഒരാളാണ് അഭിലാഷ്. അഭിലാഷിൻ്റെ അമ്മയുമാണ് എൻ്റെ മുന്നിലുള്ളത്. സ്വാഗതം രണ്ടുപേർക്കും. എന്തൊക്കെയുണ്ട് അമ്മ പുതിയ വിശേഷങ്ങളൊക്കെ? പുതിയ വിശേഷം ഒന്നുമില്ല, അങ്ങനെ പോണു. ഇതത്തെ തുടക്കത്തിൽ തന്നെ അങ്ങ് കണ്ണ് പറയുന്നത് ഇല്ല. എന്തു പറ്റി? പെട്ടെന്ന് ഇമോഷണൽ ആവും. അമ്മ ഭയങ്കര ഇമോഷണൽ ആണ്. പെട്ടെന്ന് സന്തോഷം വന്നാലും സങ്കടം വന്നാലും മോനും ഓർത്ത് അഭിമാനിക്കണ്ടേ? പിന്നെ അഭിമാനം മാത്രമല്ലേ ഉള്ളൂ. തുടക്കത്തിലിങ്ങനെ കരയില്ലേ? ഇല്ല, എന്തായാലും കാണില്ല ആൾക്കാര്. അതെ, ആൾക്കാരൊക്കെ കാണും. പിന്നെ എന്തൊക്കെയുണ്ട് അഭിലാഷിൻ്റെ പുതിയ വിശേഷങ്ങളൊക്കെ? കുഴപ്പമില്ല, സുഖമായിട്ട് പോകണം. കോളേജിലും ആണെങ്കിലും കുറേ ഫ്രണ്ട്സിനെ കിട്ടി, കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പോൾ കോളേജിൽ പഠിക്കുകയാണല്ലേ? പഠിക്കും. എന്താ പഠിക്കുന്നത്? ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്. സെക്കൻഡ് ഇയർ ആയി. അപ്പോൾ അഭിലാഷിനെ കാണുന്നതൊക്കെയും മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് പൊതുവെ കൂടുതലായിട്ട് കാണുന്നത്. അങ്ങനെ ഈ ഒരു 19 വയസ്സിലായിട്ടുള്ളൂ, 19 വയസ്സിൽ ഈ ഒരു മനസ്സ് വരാനുള്ള കാര്യം എന്താ? ഇല്ല, അത് നമ്മൾ പുറത്ത് പോകുമ്പോൾ കാണും. കോളേജിൽ പോകണ സമയത്താണെങ്കിലും സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും പുറത്ത് വെച്ച് അങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും, ഇപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്താൽ കുഴപ്പമില്ലല്ലോ, അങ്ങനെ തോന്നും. അപ്പം അങ്ങനെ ചെയ്തു, പിന്നെ അങ്ങനെ ഇതുവരെയൊക്കെ എത്തി. അപ്പോൾ ഈ അഭിലാഷിൻ്റെ ഈ മനസ്സ് കണ്ടിട്ട് അമ്മയ്ക്ക് എന്താ തോന്നുന്നത്? അഭിമാനം തോന്നുന്നുണ്ട്. അഭിമാനം തന്നെയാണ്. പിന്നെ അമ്മയെ സഹായിക്കാറുണ്ടോ അഭിലാഷ്? ഇങ്ങനെ സഹായിക്കാറുണ്ട്. അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ പാവപ്പെട്ടവരെ സഹായിക്കാൻ? എനിക്കും അത് അങ്ങനെ ആഗ്രഹമുണ്ട്. ഉണ്ട്. അമ്മ എന്താ ചെയ്യുന്നേ? ഞാൻ ഭക്ഷണം വെക്കാൻ പോകും. ഭക്ഷണം വെക്കാൻ പോകും. അപ്പൊ അമ്മയാണപ്പം വീട്ടിലെ മെയിൻ അല്ലേ? അമ്മയുടെ ഭക്ഷണം ഇഷ്ടമാണോ അഭിലാഷിന്? കഴിക്കണമല്ലോ. ഒരു ഓഡിറ്റോറിയം കഴിക്കണമല്ലോ, അത് കഷ്ടപ്പെട്ടാൽ കഴിക്കും അവൻ. ഓഡിറ്റോറിയത്തിലായിരുന്നു ഒരു 15 വർഷം. ഇപ്പോൾ ഭക്ഷണം വെക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ വേറെ ആരൊക്കെയല്ലേ? വീട്ടില് 3 മക്കള്, 2 ചേച്ചിമാര്, അച്ഛൻ. ചേച്ചിമാരൊക്കെ എന്താ ചെയ്യുന്നേ? അതിൻ്റെ കല്യാണം കഴിഞ്ഞു. ഇനി അഭിലാഷേ ഉള്ളൂ കല്യാണം കഴിക്കാൻ. അഭിലാഷിനെ എങ്ങനെ കല്യാണം കഴിപ്പിക്കണം എന്ന് ആഗ്രഹം? എങ്ങനെയാണ് ചോദിച്ചാ പെണ്ണ് കിട്ടിയ ഇപ്പൊ പെണ്ണ് കിട്ടുന്നില്ലല്ലോ. പെണ്ണ് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത് എവിടെയും കൊണ്ടുവന്നോ പറയുന്നുണ്ട്. വിളിച്ചുകൊണ്ട് വരാനാ പറയുന്നത്. അല്ല, വിളിച്ചു കൊണ്ടുവരല്ല, ഇങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോ. ലവ് മാരേജ് ആയിട്ടാവുമ്പോ നമുക്ക് പെട്ടെന്ന്. അങ്ങനെ ഒരു ലവ് ഉണ്ടോ അഭിലാഷിന്? ഇല്ല, ലവ് ഒന്നുമില്ല. ഉണ്ടായിരുന്നു, ഇപ്പല്ല. എന്ത് പറ്റിയതാ? അത് ഒരുപാട് നമ്മൾ ട്രസ്റ്റ് ചെയ്തപ്പോൾ പോയി. ട്രസ്റ്റ് ഒരു ഭയങ്കര വലിയ പ്രശ്നമാണ്. ട്രസ്റ്റ് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ഒരുപാട് ട്രസ്റ്റ് ചെയ്യുന്നതോറും നമ്മളങ്ങനെ സ്വയം ഇല്ലാണ്ടാവുന്നു. അപ്പോൾ പിന്നെ ഞാനായിട്ടല്ല, അവളായിട്ട് തന്നെ. ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ കൊണ്ടുവരിക പറഞ്ഞാൽ അങ്ങനെ ഓടിക്കൊണ്ടുവരികയല്ല, അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി അക്സെപ്റ്റ് ചെയ്യും. അടിപൊളി. അപ്പൊ സപ്പോർട്ടാണ്. ധൈര്യമായിട്ട് പറയാം വീട്ടിൽ പോയിട്ട്, അമ്മേ എനിക്ക് 2 പ്രയോഗമുണ്ട്. ഒരെണ്ണം കിട്ടിയാലേ ഭാഗ്യം. അതൊക്കെ കിട്ടും സിമ്പിളായിട്ട്. നമുക്ക് പ്രപ്പോസൽ കുറേ പേരുണ്ട് ഇൻസ്റ്റയിലൊക്കെ. വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിനൊക്കെ എങ്ങനെയാ അഭിലാഷ് റിപ്ലൈ കൊടുക്കുന്നത്? ഞാൻ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറയുന്നു. നമ്മൾ പെട്ടെന്ന്, കാരണം നമുക്ക് അങ്ങോട്ടും കൂടെ അറിയില്ലല്ലോ, ഓൺലൈൻ വഴിയായതുകൊണ്ട് ചിലപ്പോൾ ഒരു ദിവസം വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് ഇഷ്ടമുള്ള നമ്മൾ എന്താ പറയുക, ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടുന്നത്, അങ്ങോട്ട് മെസ്സേജ് അയക്കണോ? അല്ല, അങ്ങനെയല്ല. ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് വന്നിട്ട് ഫ്രണ്ടായിട്ട് ഇരിക്കാം എന്നിട്ട് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മെസ്സേജ് അയക്കണമെങ്കിൽ കുഴപ്പമില്ല. ഇത് ഫസ്റ്റ് വന്ന് എനിക്ക് ഇഷ്ടമാണ് പറഞ്ഞാൽ നമ്മൾ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ സെലിബ്രിറ്റീസ് ആയതുകൊണ്ടാണ് ജാമ്യം വരുന്നത്. അങ്ങനെ ഇപ്പൊ പറഞ്ഞത് ചില ഗേൾസിനൊക്കെ വിഷമായി കാണും. ഇല്ല, പാവ അവര് കാത്തിരിക്കല്ലേ? ഇല്ല. അപ്പോൾ ഈ
അഭിലാഷ് ചാരിറ്റി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട് വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത്. അപ്പൊ എന്തിനാണ് വീഡിയോ എടുത്തിടുന്നത്, ചെയ്താൽ പോരെ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അതിനോട് എന്താ കുറേ വട്ടം ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് വെച്ചാൽ അപ്പോൾ ചേച്ചിയാണെങ്കിൽ കൂടി കണ്ടു ഇഷ്ടപ്പെട്ട ചേച്ചിൻ്റെ ഭാഗത്തും എന്തെങ്കിലും ചെയ്യണം തോന്നും. അതിൻ്റെ സന്തോഷം കാണുമ്പോൾ ചെയ്യണം തോന്നും. അപ്പോൾ ചേച്ചി അത് ചെയ്യും. അപ്പോൾ എന്നിലൂടെയല്ലേ ചെയ്ത്, അപ്പോൾ എന്നിലൂടെ മറ്റുള്ളവർ അങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. പക്ഷെ കമന്റ്സ് വരുന്നതൊക്കെയും നീ അത് വെച്ചിട്ട് യൂട്യൂബ് ഉണ്ടാക്കി ജീവിക്കുകയാണ്, അഭിലാഷ് അങ്ങനെയാ ജീവിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷെ അത് വെറും പറച്ചിൽ മാത്രമാണ്. എനിക്ക് യൂട്യൂബിൽ ഇതുവരെ ഒരു പോലും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ പണിയെടുക്കുന്ന പൈസയും കൂടെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം, അങ്ങനെ മാത്രം ചെയ്യുന്നു. അല്ലാണ്ട് നമുക്ക് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്നും ഇതുവരെ റവന്യൂ ഒന്നും കിട്ടിയിട്ടില്ല. അഭിലാഷ് ജോലിക്ക് പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. എന്ത് ജോലിക്കാ പോകുന്നത്? ഞാൻ ഇലക്ട്രീഷ്യൻ പണിക്ക് പോകും. പഠിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന രണ്ടും? ചിലപ്പോൾ കോളേജ് ലീവാക്കിയിട്ട് പണിക്ക് പോകും, ഇല്ലെങ്കിൽ വൈകിട്ട് പോകും. അപ്പൊ ഇത് കണ്ടിന്യൂഷൻ ആവില്ലേ? ഇല്ല, പോകണമല്ലോ. അപ്പം നമുക്ക് മാനേജ് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, എല്ലാം നോക്കണമല്ലോ. വീട്ടിലെ കാര്യം നോക്കുന്ന അഭിലാഷ് തന്നെയാണോ? എല്ലാരും കൂടി നോക്കും. ഒറ്റയ്ക്കെന്നല്ല, ഞാനും പോവും, അമ്മയും പോവും, അച്ഛനും പോവും, എല്ലാരും പോകുന്നുണ്ട്. എന്നാലും അഭിലാഷ് എന്ന മകൻ വീട്ടിൽ എങ്ങനെയാ? കുഴപ്പമില്ല, നല്ല കുട്ടിയാണ്. അഭിലാഷ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഈ ഫേസിൽ എന്ത് പറ്റിയതാ, എങ്ങനെ ഇത് വന്നേന്നുള്ളത്. ഒന്നുകൂടി. അത് ഞാൻ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പാട് മാത്രമായിരുന്നു. പിന്നെ അത് ഞാൻ വളരുമ്പോൾ അതും വലുതായി. ഇപ്പോൾ ഇല്ല, ഗ്രോത്ത് ഇനി വലുതാവുമ്പോൾ അത് വലുതാവില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ലേ? ട്രീറ്റ്മെന്റ് ഇല്ല. ഫസ്റ്റ് മുമ്പ് പോയപ്പോൾ അവർ പറഞ്ഞു താനേ പോകുമെന്ന് പറഞ്ഞു. പിന്നെ പോയപ്പോൾ അവർ പറഞ്ഞു ചെയ്യാൻ പറ്റില്ല, ബ്ലഡ് നിൽക്കില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ സർജറി ആയി കൂടി ബ്ലഡ് നിൽക്കില്ല, മുഖം കൊണ്ട് കെട്ടി വയ്ക്കാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു. ബ്ലീഡിങ് നിൽക്കില്ല എന്നാ പറഞ്ഞ്. പിന്നെ ഈ ഇടയ്ക്കൊന്ന് പോയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു സർജറി ചെയ്യാൻ കുഴപ്പമില്ല, നമ്മൾ റിസ്ക് എടുത്തിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇനി ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തന്നെ കൊണ്ട് നടക്കേണ്ടി വരുമോ? അല്ല, നമ്മൾ എന്തെങ്കിലും ഡെവലപ്മെന്റ് വരികയാണെങ്കിൽ നോക്കും. അഭിലാഷിന് എപ്പോഴെങ്കിലും ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല, ഇതുവരെ തോന്നിയിട്ടില്ല. അമ്മയ്ക്കോ? അമ്മയ്ക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇതുപോലെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് കളിയാക്കലുകളോ പഠിക്കുന്ന സമയത്ത് നമ്മൾ കുഞ്ഞുകുട്ടികളായിരുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ? എനിക്ക് മുമ്പ് ഒരു ടീച്ചർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ മാത്രം അങ്ങനെ. പിന്നെ ചില ആൾക്കാർ നമ്മൾ ഇപ്പോഴല്ല, മുമ്പ് ചില ആൾക്കാർ നമ്മൾ കാണുമ്പോൾ രണ്ടടി ബാക്കിൽ നിന്നിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പറയണം നിൽക്കില്ല, നമ്മളിങ്ങനെ ചിരിച്ചിട്ട് മിണ്ടാണ് മാറി നിൽക്കും. വന്നിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും വിഷമമായിട്ടുള്ള ഒരു മൊമെന്റ് ഏതായിരിക്കും അഭിലാഷിന്? അത് ടീച്ചർ നമ്മളങ്ങനെ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ഫീൽ ആയി. കാരണം നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചറല്ല. അപ്പോൾ പെട്ടെന്ന് ടീച്ചർ എന്താ പറഞ്ഞിരുന്നേ? ടീച്ചർ ഓർമ്മയില്ല, ചെറുപ്പത്തായ കൊണ്ട് അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പോൾ അത് ഫീലായി. പിന്നെ കാര്യം നോക്കിയില്ല. കൂട്ടുകാരൊക്കെയോ? കൂട്ടുകാരാണ് കളിയാക്കൊന്നും എല്ലാത്തിനും സപ്പോർട്ട് അങ്ങനെ നിൽക്കും. മുമ്പ് അങ്ങനെ, ഇപ്പോഴാണ് എനിക്ക് കൂട്ടുകാർ കുറെ വന്നുകൊണ്ടിരിക്കുന്നത്. മുമ്പ് അങ്ങനെ ഫ്രണ്ട്സൊന്നും ഉണ്ടായിരുന്നു. പിന്നെ കുറേ അതേപോലെ അങ്ങനെ പോയി, ഫ്രണ്ട്സ് അങ്ങനെ ഇല്ലാണ്ടായി. അമ്മയ്ക്ക് എന്തായിരുന്നു അനുഭവപ്പെട്ടത് മോനിങ്ങനെ ഒരു ഇതുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ? അത് ഇനിയിപ്പോൾ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അതിലൊന്നും ഒരു വിഷമമൊന്നുമില്ല. ആൾക്കാരെന്തെങ്കിലുമൊക്കെ പറയും. ആൾക്കാരിപ്പം നമ്മളെ കേൾക്കാൻ വേണ്ടി ഒന്നും പറയില്ലല്ലോ. പറയുകയാണെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറി നിന്ന് പറയും. അല്ലാണ്ട് നമ്മളെ നേരിട്ട് കേൾക്കാൻ ഭാഗത്തിന് ആരും ഒന്നും പറയില്ല. അപ്പോൾ ഈ അമ്മയുടെ കണ്ണുനീരിലറിയാൻ കുറേ കഷ്ടപ്പെട്ട് ആണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അമ്മ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട്? അത് ചോദിച്ചു. കഷ്ടപ്പെട്ടിട്ട് അവിടെ എത്തിയത്. കരയാൻ പറ്റില്ല, ആൾക്കാർ കാണുന്നുണ്ട്. പിന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരുപാട് പേര് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് മുന്നോട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മളുടെ ലെവലിൽ പോലും ജീവിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രചോദനമാണ് അമ്മയും മോനും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവരോട് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? എന്താണ് പറഞ്ഞാൽ ആരും സങ്കടപ്പെടാൻ പാടില്ല. നമ്മുടെ ഈ പ്രശ്നങ്ങളൊന്നും അല്ല. കാരണം നമ്മൾ മറ്റുള്ളവരെ നോക്കുമ്പോൾ നമ്മൾക്കൊന്നുമില്ല. നമ്മളിങ്ങോട്ട് കുറേ കഷ്ടതകൾ അനുഭവിക്കുന്നവരുണ്ട്. അപ്പം നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ കൊല്ലംകോട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ പണ്ട് നമ്മൾ സിനിമയിലൊക്കെ ആണില്ലേ, ഒരു ഗ്രാമപ്രദേശം. ഗ്രാമം വരുമ്പോൾ ആദിവാസികൾ എങ്ങനെയാണ് അതേപോലെ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് അവിടെ. അപ്പം ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വീടില്ല, ബാത്റൂമില്ല, എഡ്യൂക്കേഷൻ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ഞാനും പിന്നെ വേറെ ട്രസ്റ്റ് ഉണ്ട്, പത്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ ചെയ്യുന്നുണ്ട്.
അവർക്ക് വേണ്ടിയിട്ടുള്ള വീട് വെച്ച് കൊടുക്കണം, അങ്ങനെ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനായിട്ടുള്ള വലിയ വരുമാനങ്ങളൊക്കെ നീ ചെയ്യുന്ന ജോലിയിൽ നിന്ന് തന്നെ മോന് കിട്ടുന്നുണ്ടോ? ഇല്ല, മൊത്തമായിട്ട് ഞങ്ങൾ എടുക്കില്ല, ഞങ്ങൾ ക്രൗഡ് ഫണ്ടിങ് കൂടി ചേർത്തിട്ടാണ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ അവിടുത്തെ സിറ്റുവേഷൻ ഭയങ്കര മോശമാണ്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മൾ സന്തോഷിക്കല്ലേ. പിന്നെ നമ്മൾക്കൊന്നുമില്ല, നമുക്കൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ പ്രശ്നം നമുക്ക് വലുതായിട്ട് ചെറിയൊരു പ്രശ്നം വന്നാൽ അതിപ്പോ നമ്മള് പുറത്തു പോകുമ്പോ നമ്മൾക്ക് നമ്മുടേത് ഒന്നുമില്ല. നമ്മളിങ്ങനെ ഉള്ളിൽ അടങ്ങി പിടിച്ചിരിക്കുമ്പോ നമ്മുടെ കാര്യം നമുക്ക് വലുത്. അഭിലാഷിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഈ പ്രായത്തിൽ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും മറ്റേ കഞ്ചാവിൻ്റെയും MDMA പിറകെ നടന്ന് അമ്മയും മക്കളെയൊക്കെ കൊല്ലുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും നല്ലൊരു മകനെ കിട്ടിയതിൽ തന്നെ സന്തോഷിക്കണം. മോൻ അങ്ങനെ ഒരു ദുശീലങ്ങളും ഇല്ല, അല്ലെങ്കിൽ ഇത്രയും പേരെ സഹായിക്കാൻ നല്ല മനസ്സുള്ള ഒരാളെന്ന് വിചാരിച്ച് നമ്മൾ സന്തോഷിക്കുക വേണ്ടത്. ഇപ്പം തന്നെ അത്ര പേരാണ് ഇങ്ങനെ കഞ്ചാവ് MDMA ഒക്കെ അടിച്ചിട്ട് മറ്റുള്ളവരെ കൊല്ലണത്, കഷ്ണങ്ങളാക്കിയിട്ടൊക്കെ കൊല്ലണം. അതെ, അതും നമ്മുടെ നമ്മുടെ പ്രായത്തിലുള്ള ചെറിയ മക്കളാ ചെയ്യുന്നത്. പിന്നെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയൊന്നുമില്ല, അതൊക്കെ നമ്മുടെ തലയിൽ എഴുത്തുപോലെ ഇരിക്കും. നമ്മള് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അവർ ചെയ്യാതിരിക്കുവോ? ഒരിക്കലില്ല. പോയി ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുവോ? അവർക്ക് സ്വയം തോന്നണം. ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അവർക്ക് സ്വയം തോന്നി ചെയ്യുന്നതാണ്. അതെ, നമ്മൾ എത്ര ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞാലും ചെയ്യാതിരിക്കില്ല. അഭിലാഷിലൊരു വിശ്വാസം ഇല്ലേ? ഉണ്ട്. അത് സംശയിച്ച് പറയുന്നുണ്ട്. ഉണ്ട്. അഭിലാഷെ പറഞ്ഞു കൊടുക്ക് അമ്മയ്ക്ക്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യൂല. കാരണം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക, നമ്മളെന്നെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ കുറേ ഫോക്കസുകളൊക്കെ മാറി പോകും. ഇപ്പോഴാകുമ്പോ എല്ലാവർക്കും ഇപ്പൊ നല്ല കുട്ടികളായിരിക്കുമ്പോഴേ എല്ലാവരും കൂടെ ഉണ്ടാവുള്ളൂ. അല്ല തിരിഞ്ഞിട്ടാവുമ്പോ കുട്ടികൾ മോശമാണെന്ന് പറയുമ്പോ എല്ലാവരും അയ്യോ എന്ന് പറയും. ഇപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നാണ് വളർന്നു വന്നത്. അപ്പോൾ ചെറുപ്പത്തിൽ അഭിലാഷ് എന്തൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്? അല്ലെങ്കിൽ ചെറുപ്പത്തിൽ പറഞ്ഞാൽ എനിക്കിപ്പോൾ കുറച്ച് അറിയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. വീട്ടിലാണെങ്കിലും എല്ലാം ബുദ്ധിമുട്ടാണ്, പക്ഷെ നമ്മൾ അതിൻ്റെ ഇടയിലൊന്നും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് എൻ്റെ ഭാഗത്ത് നിന്ന് കൊണ്ടുവരുമ്പോൾ ഞാൻ പണിക്ക് പോകാൻ തുടങ്ങി. പിന്നെ അങ്ങനെ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീട്ടുകാർക്ക് കൊടുക്കാൻ തുടങ്ങി. പിന്നെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ പണിക്ക് ഇറങ്ങി. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ജോലിക്ക് ഇറങ്ങുന്നത്. ഒരു കടയിൽ പോയി നിന്നു. അപ്പം അങ്ങനെ പോയി. ഇപ്പോഴും വീട്ടിൽ പണിക്ക് പോകുന്നുണ്ട്, വീട്ടിലും കൊടുക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ കാര്യം നോക്കണം, എൻ്റെ കാര്യം നോക്കണം, കോളേജിൽ ഫീസ് അടയ്ക്കണം, എല്ലാം സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും കഷ്ടപ്പാട് അറിഞ്ഞു വളർന്നൊരു മകനാണല്ലേ? ശരിക്കും ഇപ്പോഴത്തെ ജനറേഷൻ എല്ലാവരും അങ്ങനെ വേണം. വീട്ടുകാർ പൈസ കൊടുത്തിട്ട് അതിനൊന്നും ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഒറ്റയ്ക്ക് പണിയെടുക്കുക, പൈസ ഉണ്ടാക്കുക, എന്തെങ്കിലും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. വീട്ടുകാർ ബുദ്ധിമുട്ടുമ്പോൾ അവരാകുമ്പോഴും ഇപ്പോഴൊക്കെ തരും, കുറച്ച് കഴിയുമ്പോൾ അവരും തരാണ്ടാവും. അവർക്കൊരു ബുദ്ധിമുട്ടായിട്ടും തോന്നും. ഒരു 20 വയസ്സ് കഴിയുമ്പോൾ മനസ്സിലാവും. എനിക്കത് 18 വയസ്സ് തന്നെ മനസ്സിലായി. അപ്പോൾ അവർക്കത് മനസ്സിലാവും. അങ്ങനെ നോക്കിയാൽ കുഴപ്പമില്ലാണ്ട്. അഭിലാഷിന് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തോന്നിയിട്ടുണ്ടോ എനിക്കിങ്ങനെ വരണ്ടായിരുന്നു? അല്ലെങ്കിൽ ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം നമ്മൾക്കിപ്പോ അതൊരു കുറവായിട്ട് തോന്നണില്ല. ഇതിന്റെ ഫീൽ എനിക്ക് വരാറില്ല. അപ്പൊ പിന്നെ നമ്മൾ ഓരോ മക്കളിനെ നോക്കുമ്പോ ഇത് നമുക്ക് ഒന്നും അല്ല. ഓരോ കുട്ടികൾക്ക് ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് ഒരു കുട്ടിക്ക് 10-24 വയസ്സ്. ആ കുട്ടിക്ക് എല്ലാം അമ്മ സഹായിക്കണം. ഇതിപ്പോ അവന്റെ കാര്യം ചെയ്യും, നമ്മുടെ കാര്യം ചെയ്യണ്ടല്ലോ. അപ്പൊ ഇതൊരു അസുഖമായിട്ടോ ഇതൊരു കുറവായിട്ടോ ഒരിക്കലും കാണാൻ പാടില്ല. ഇതിന് നിനക്ക് എപ്പോഴെങ്കിലും ഫേസിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരു ഭാരം പോലെയോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴോ? ചെറുപ്പം തൊട്ട് ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല? ഇല്ല, സംസാരിക്കണം, ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നും ഫീൽ ചെയ്യില്ല. എനിക്ക് അവിടെ എന്തെന്നേ തോന്നുന്നില്ല. കണ്ണാടി നോക്കുമ്പോ ഇല്ല, നമുക്ക് അങ്ങനെ അറിയാലോ. നമ്മള് ക്യൂട്ടാണ്, അത് മതി. നമ്മുടെ ക്യൂട്ടാണ്, ശരിക്കും നീ ക്യൂട്ടാ. അതിനേക്കാളും സുന്ദരി അമ്മയാ. ചിരിക്കങ്ങ് എന്തിനാ ഇത് കരയുന്നേ? സന്തോഷിക്കണ്ടേ? അമ്മ പറഞ്ഞു. ഇപ്പോൾ ഞാൻ എൻ്റെ ഇതിലാണെങ്കിൽ പോലും കുഞ്ഞിലെ പോലെ ഒരുപാട് അമ്മ അച്ഛനും കഷ്ടപ്പെടുന്ന കുറേ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലാവും എത്രത്തോളം വിഷമമുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അഭിലാഷിനൊരു 19 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിന് മുന്നേ പോലും അമ്മ എത്രത്തോളം കഷ്ടപ്പെട്ടു എന്നുള്ളത് അമ്മയുടെ കണ്ണുനീരിന് മനസ്സിലാവും. എന്തൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുള്ളത്? അങ്ങനെ കഷ്ടപ്പാട് എന്ന് പറയാനില്ല. നമ്മൾ പണിക്ക് പോകും, കുട്ടികളെ ഇതാക്കും, പഠിപ്പിച്ചു, അവനെയൊക്കെ നല്ല രീതിക്ക് ആക്കി. എന്തിനാ കരയുന്നേ? പെട്ടെന്ന് ഇമോഷണൽ ആവും. അമ്മയെ കാണുമ്പോൾ എൻ്റെ ഉമ്മായ ഓർമ്മ വരുന്നേ. ഇതുപോലെ എന്ത് പറഞ്ഞാലും ഇരുന്നും കരയും എന്ന് പറഞ്ഞാൽ അവർക്കും ഉണ്ട് സങ്കടങ്ങൾ, അത് ഓർത്തിരുന്നും കരയും. അവരുടെ മനസ്സിലൊന്നും ഉണ്ടാവില്ല.
എൻ്റെ അമ്മ ചെറുപ്പം തൊട്ടേ പണിക്കാൻ തുടങ്ങി. അമ്മേൻ്റെ 3ാമത്തെ വയസ്സ് തൊട്ട് കോറിയിൽ കല്ലേറ്റാൻ വേണ്ടിയിട്ട് പണിക്കോയിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിലാണ്. അപ്പോൾ അങ്ങനെ പഠിക്കാൻ 3ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. പിന്നെ അങ്ങനെ അങ്ങോട്ട് പണിക്കുവാൻ തുടങ്ങി, ഇതുവരെ എത്തി. ഇപ്പം അമ്മയ്ക്ക് എന്താ തോന്നുന്നേ? ഇപ്പൊ എനിക്ക് ഒന്നും ഒരു വിഷമവും ഇല്ല, ഒരു സങ്കടവും ഇല്ല, സന്തോഷം മാത്രം. അപ്പോൾ അഭിലാഷ് ഒരുപാട് റീച്ചായി നിൽക്കുകയാണ്, ഒരുപാട് ആളുകളിലേക്ക് എത്തി, പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി. അതൊക്കെ കാണുമ്പോൾ എന്താ തോന്നി? ഇപ്പൊ ഞങ്ങൾ എവിടെ പോകണമെങ്കിലും ആൾക്കാർ ഭയങ്കര ഇതാണ്, ഇതാ ബ്ലോഗർ പോണു, അഭിലാഷ് പോണു, യൂട്യൂബർ പോണു. എവിടെ പോകുമ്പോൾ കോളേജിൽ പോകുമ്പോഴാണ് ശരി, പുറത്ത് ഇറങ്ങിയാൽ അപ്പം നമ്മൾ അറിയണം ആരെങ്കിലും ഉണ്ടാവും, ആരെങ്കിലും ഉണ്ടാവും. അപ്പൊ അതല്ലേ കൂടുതൽ അഭിമാനം. അതെ, കാരണം നമ്മളെ മുമ്പ് ആർക്കും അറിയേണ്ടായിരുന്നില്ല, ഇപ്പം എല്ലാവർക്കും അറിയാൻ തുടങ്ങി. അപ്പം നമ്മളെങ്ങനെ അപ്പം അങ്ങനെ പോകണു ഹാപ്പി ആയിട്ട്. എങ്ങനെ ഇൻസ്റ്റഗ്രാം തുടങ്ങണം അല്ലെങ്കിൽ അതിലൂടെ റീച്ച് ആവണം തോന്നി തുടങ്ങിയത് അഭിലാഷിന്? ഇൻസ്റ്റാഗ്രാം തുടങ്ങാൻ എനിക്കൊരു വിചാരമേ ഉണ്ടായിരുന്നില്ല. എൻ്റെ അടുത്തൊരു ഫ്രണ്ട് എൻ്റെ അടുത്ത് മുമ്പ് ഞാൻ +2 പഠിക്കുമ്പോൾ +1 പഠിക്കുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഇൻസ്റ്റ ഐഡി ഉണ്ടോ ചോദിച്ചു ഒരു കുട്ടി വന്നിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ വന്നിട്ട് ഈ കാലത്ത് ഇൻസ്റ്റയിൽ ഇല്ലാത്ത ആദ്യത്തെ ആൾ ഞാനായിരിക്കും പറഞ്ഞു. അപ്പോൾ എനിക്കതെന്തോ പോലെ. അപ്പോൾ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം ഡൗൺലോഡ് ചെയ്തു. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുന്നത് ആദ്യമായിട്ട് തുടങ്ങുന്നത് അവളുടെ പേര് കൊണ്ടാണ് വന്നത്. ആരാണെന്ന് എനിക്കിപ്പോഴും ഓർമ്മയൊന്നുമില്ല. അപ്പം അങ്ങനെ വന്നു. പിന്നെയാണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ ഇൻസ്റ്റയിലും കൂടി കുറച്ച് റീച്ച് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടാൻ തുടങ്ങി. ഇൻസ്റ്റാഗ്രാമിൽ പെട്ടെന്ന് അങ്ങോട്ട് കയറി. ആദ്യം വീഡിയോ ഏതായിരുന്നു അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ? മുമ്പ് ഞാൻ ഇട്ടത് ഇങ്ങനെ ചാരിറ്റി വർക്കല്ല, നമുക്ക് കുറച്ച് നമ്മുടെ ഓഡിയൻസ് വേണമല്ലോ കാണാൻ. അപ്പം ഞാൻ കുറച്ച് എൻ്റെ ആക്ടിവിറ്റീസ് ഇട്ടു. പിന്നെ അങ്ങോട്ട് അപ്പോഴാണ് ഇങ്ങനെ തുടങ്ങിയത്. അപ്പം അങ്ങനെ ഇത് ഇട്ടു. അങ്ങനെ അപ്പോൾ ചാരിറ്റി വർക്കായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ ചാരിറ്റി മാത്രമാണ് വീഡിയോസ് പോകുന്നത് അല്ലേ? അല്ല, ചാരിറ്റി വേറെ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ചലഞ്ചിങ് വീഡിയോ ആയിട്ട് ഓരോന്ന് പറയാം, അപ്പം ഞാൻ അത് ചെയ്യും. അപ്പം അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്. 2 അക്കൗണ്ട് ഇപ്പോൾ കുഴപ്പമില്ല, നല്ല രീതിയിൽ റീച്ചാണ്. ഈ ചാറ്റ് ചെയ്യാൻ പോകുമ്പോൾ എപ്പോഴും വീട്ടിൽ നിന്ന് അഭിലാഷ് ഒറ്റയ്ക്ക് തന്നെയാണോ പോകുന്നത്? വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് കഴിക്കും. വല്ലപ്പോഴും ചിലപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ ആളില്ല എന്ന് പറഞ്ഞാൽ അമ്മനെ വിളിച്ചിട്ട് അമ്മയാണ് വീഡിയോ എടുത്ത് കൊടുക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ വീഡിയോ എടുത്തിരും. അമ്മ പിന്നെ എന്താ വീഡിയോ? പിന്നെ വേറെ ഇപ്പൊ അവിടെ ഒന്നും ഇല്ലല്ലോ, അപ്പൊ രണ്ടുപേരും കൂടെ പോവും. അമ്മ എന്താ വീഡിയോയിൽ വരാത്തെ? വീഡിയോയിൽ ഇനി വരണം, ഇനി വരണം. അതിനപ്പം കുറെ പേര് പറയുന്നുണ്ട് അമ്മനെ വീഡിയോ കൊണ്ടുവരണം, അച്ഛനെയൊക്കെ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അത് കൊണ്ടുവരണം. ഇനി അടുത്തത് ഞങ്ങളായിരിക്കും. അടുത്ത കത്താൻ പോകുന്ന വൈറൽ താരം. അതെ, അമ്മയാണ് ഹീറോ. അപ്പൊ അച്ഛൻ ഇതൊക്കെ കാണുമ്പോ എന്താ പറയുന്നേ? അച്ഛന് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. പക്ഷെ അച്ഛന് ഇതിനെ പറ്റിയൊന്നും അറിയില്ല, എന്തോ ചെയ്യണ്ടെന്ന് അറിയാം. അപ്പൊ അറിയും. സാരി കൊടുത്തൊരു ഫോട്ടോ വീഡിയോ കാണിച്ചോട്ടെ, അതെന്താണത്? അച്ഛൻ ഇങ്ങനെ ഓൺലൈൻ ഫോണിനെ പറ്റി ഒന്നും അറിയില്ല, പക്ഷെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര സന്തോഷമാണ്. ശരിക്കും നിങ്ങളുടെ വീട് പാലക്കാട് എവിടെയായിരുന്നു? പാലക്കാടല്ല, വടക്കഞ്ചേരി മുടപ്പല്ലൂര്. വടക്കഞ്ചേരി മുടപ്പല്ലൂര്. സ്വന്തം വീട് അഴിക്കുളങ്ങര ക്ഷേത്രത്തിന്റെ അടുത്ത്. സ്വന്തം വീട് തന്നെയാണ്? സ്വന്തം വീട്. അപ്പോ മറ്റുള്ളവർക്ക് വീട് വെച്ച് കൊടുക്കണം എന്ന് അമ്മയ്ക്ക് തോന്നി തുടങ്ങിയത് എപ്പോഴായിരുന്നു? അത് പറഞ്ഞാൽ നമ്മളെക്കാട്ടിയും മോശമായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അപ്പൊ എനിക്ക് വീട് വെച്ച് കൊടുക്കണം എന്നല്ല താല്പര്യം. ഈ പഠിക്കാൻ കഴിവുള്ള കുട്ടികൾക്ക് നന്നായി പഠിക്കാൻ ഉണ്ട്, പൈസ ഇല്ലാതിരിക്കുന്നില്ലേ, അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാ. പിന്നെ അച്ഛനും അമ്മയും നോക്കാൻ കഴിവില്ലാണ്ടിരിക്കുമല്ലോ, മക്കൾക്ക് നിറയെ സ്വത്തും മുതലും ഉണ്ട്, അവര് അച്ഛനും അമ്മയും ശ്രദ്ധിക്കാണ്ടിരിക്കുമല്ലോ, അങ്ങനെയുള്ളവരിനെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ മനസ്സിലുണ്ട്, ചെയ്യണം. കുറച്ചുകൂടെ മുമ്പ് നമ്മൾക്ക് ഇതിൽ വരുമാനം കിട്ടിയ എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അത്. ഇങ്ങനെ അച്ഛനും അമ്മയും കളഞ്ഞോട്ട് നോക്കണം എന്നുള്ളത്. നമ്മളുടെ എന്റെ ചിലവിൽ എനിക്ക് കുറെ പേര് നമ്മൾക്ക് കുറച്ച് ആൾക്കാരുമായി സഹായിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ എന്റെ വീഡിയോ കണ്ടിട്ട് കുറെ പേര് മുമ്പോട്ട് വരുന്നുണ്ട്. ഞാൻ ഇത്ര എമൗണ്ട് തരാം, അവര് പോയി സഹായിക്കും, ഇങ്ങനെ ആരെങ്കിലും സഹായിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ പേര് വരാറുണ്ട്. അങ്ങനെ വന്നതിലൊരു ഹ്യൂജ് എമൗണ്ട് എത്രയായിരിക്കും? അങ്ങനെ ബൾക്കായിട്ട് വലിയ എമൗണ്ട് ഒന്നും വരില്ല, ഒരു 5000 10,000 അങ്ങനെയൊക്കെ വരും. കുറച്ച് പേര് അയച്ചു തരും. കുറച്ച് പേർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും, പക്ഷെ അത് വീഡിയോടെ അവർക്ക് അറിയില്ല. അപ്പൊ നമ്മള് കൊണ്ടു കൊടുക്കും, അതിന്റെ പേരിൽ കൊണ്ടു കൊടുക്കും, പക്ഷെ വീഡിയോ ഒന്നും ഇടില്ല, പറയില്ല. അഭിലാഷിനൊരു ലോട്ടറി അടിച്ചു അല്ലെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് കയ്യിൽ കിട്ടിയാൽ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? ആദ്യം ഞങ്ങൾക്ക് കുറെ കടമുണ്ട്, വീട്ടിൽ കുറെ കടമുണ്ട്, അതൊക്കെ ഓൾമോസ്റ്റ് എല്ലാം സോൾവ് ആക്കും. എന്നിട്ട് ബാക്കി ഇതേപോലെ ഓൾഡേജ് ഹോമും അങ്ങനെ ചെയ്യും. അത് അമ്മൻ്റെ വലിയ ആഗ്രഹമാണ്, അപ്പോൾ അത് ശരിയാക്കും. അത് കാരണം ഞമ്മക്ക് എപ്പോഴും ആളുണ്ടാവുമല്ലോ, ഞമ്മക്കായിട്ട് കുറെ ആൾക്കാരുണ്ടാവുമല്ലോ, അവരൊക്കെ അവരോട് സംസാരിക്കാം. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അതാണ്. ഇപ്പോ അഭിലാഷ് പറയുന്നത് നമ്മളുടെ വീട്ടിൽ തന്നെ ആണെങ്കിലും കുഴപ്പമില്ല, നമ്മൾക്കൊരു വീട് വെച്ചിട്ട് അത് സൈഡിലോ നമ്മളുടെ വീട്ടിലായാലും ഒരു റൂം, അതാണ് ഒരു 5-6 പേര്
നോക്കണം. അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട്, അഭിലാഷ് അപ്പൊ എന്താണ് ഇപ്പൊ എന്നെ പോലെയല്ലേ, എന്നെ വെച്ച് പ്രായം കൂടി ഇവർക്ക് ഒരു തൊഴിലുമായി. നമ്മളിങ്ങനെ തൊഴിൽ ചെയ്യാൻ പോവാണല്ലോ, അപ്പൊ അവർക്കൊരു തൊഴിലുമായി, എനിക്കൊരാളുമായി, സംസാരിക്കാനും ആളായി, വീട്ടിൽ അനക്കവും. അതാണ് ഒരു സന്തോഷവും കിട്ടും അല്ലേ. ഏറ്റവും വലിയൊരു ആഗ്രഹം അതാണ്. അത് എന്തായാലും സാധിക്കും. അപ്പൊ ഞങ്ങളുടെ അടുത്ത് കുറച്ച് സ്ഥലം കിടക്കണ്ടേ, അപ്പൊ ഞാൻ പറയും ഈ സ്ഥലം നമുക്ക് വാങ്ങിച്ചിട്ട് ഇതിൽ തുടങ്ങാൻ വീട്ടിനോട് ചേർന്നിട്ടാണ് എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും പറയും. എനിക്ക് ചെറുപ്പം തൊട്ടേ ആ സ്ഥലത്തിനോട് നോട്ടമുണ്ട്. അപ്പൊ അത് വാങ്ങിച്ചാൽ എല്ലാം ഈ പ്ലാനൊക്കെ നടക്കും. അപ്പൊ എന്തായാലും ആ പ്ലാൻ നടക്കട്ടെ അല്ലേ. അല്ലാണ്ട് ഇപ്പൊ നമ്മള് വലിയ ആൾക്കാരാകണം എന്നുള്ള ഒരു ഒറ്റ ആഗ്രഹവും ഇല്ല. ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞു കുറച്ചധികം കടങ്ങൾ നിങ്ങൾക്കുണ്ട്. ഇപ്പൊ അഭിലാഷ് ജോലിക്ക് അത് പറഞ്ഞാൽ അത്ര വലിയ കടമൊന്നും ഇല്ല, എന്നാലും നമ്മൾക്ക് ഇപ്പൊ പെൺകുട്ടികളുടെ കാര്യങ്ങൾ അത് ഇതെന്നൊക്കെ കഴിഞ്ഞതിന്റെ അല്ലാണ്ട് ഇപ്പൊ നമുക്ക് വലിയ കടങ്ങളില് ഇല്ല. ഇപ്പൊ സുഖമായി ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. പക്ഷെ എല്ലാരും ആദ്യം നോക്കുന്നത് സ്വന്തം കാര്യം സേഫ് ആക്കാനാണ്, കടങ്ങളുണ്ടെങ്കിൽ അത് തീർക്കാനാണ് എന്നൊക്കെയാണ് നോക്കുന്നത്. പക്ഷെ നിങ്ങൾ നോക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കാനാണ്. എന്തുകൊണ്ട് സ്വന്തം കടം നമ്മൾക്കിപ്പോ അത്ര തീരാൻ പറ്റാത്ത കടമില്ല. എന്നാ കടമില്ലേ ചോദിച്ചാൽ കയ്യും കാലൊക്കെ ഉണ്ട്, നമ്മൾ പണിയെടുക്കും. പക്ഷെ അവരോ ഓപ്പോസിറ്റ് നിൽക്കുന്നവരോ അവർക്ക് ചിലപ്പോൾ പണിയെടുക്കാൻ പറ്റും. ചിലപ്പോൾ ഇപ്പൊ അവര് വന്നിട്ട് ഏതെങ്കിലും കടയിൽ പോയിട്ട് ഒരു ജോലി അന്വേഷിക്കണം, ആരെങ്കിലും കൊടുക്കുമോ? കൊടുക്കില്ല. ഇപ്പൊ കഴിയില്ലാത്തവരുണ്ട്, കാലില്ലാത്തവരുണ്ട്, പണിക്ക് പോകാൻ പറ്റാത്തവരുണ്ട്. നമ്മൾക്ക് ദൈവം വേണ്ടി വെച്ചാൽ അതൊന്നും ഇല്ലല്ലോ. നമ്മൾക്കൊരു അസുഖവും ഇല്ലാണ്ടിരിക്കട്ടെ. നമുക്ക് കിട്ടുന്ന ഇപ്പൊ നമ്മള് വലിയ ആൾക്കാരാണ്, കോടീശ്വരന്മാരെ പോലെ നമുക്ക് ആരോഗ്യമുണ്ട്, അസുഖവും ഇല്ല. അപ്പൊ അതല്ലേ മുതല്. അല്ലാണ്ട് കൊറേ കാശ് അക്കൗണ്ടിൽ ബാങ്ക് ബാലൻസും കുറെ വണ്ടികൾ വീട്ടിന്റെ മുമ്പർത്ത് കൊണ്ടുവന്ന് നമ്മൾ തന്നെ ആസ്വദിച്ചിട്ട് ഒരു കാര്യമില്ല. ഉള്ളതൊരു പകുതി അവർക്കും കൊടുക്കുക. ഈക്വാലിറ്റി ആണെങ്കിൽ നമുക്ക് അപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും, ടെൻഷനൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഞങ്ങൾ നല്ല ഭക്ഷണം വെച്ച് നല്ല അടിപൊളി വണ്ടിയിൽ പോയി നല്ല വലിയ വീട്ടിലിരുന്നു, അതുകൊണ്ടൊരു ഇതില്ലല്ലോ. അപ്പോൾ നമ്മളെ സ്വന്തമായിട്ട് നമ്മളെ മാത്രം ആസ്വദിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല. എന്താ പറ്റി എന്നെ പറഞ്ഞിട്ട് അല്ല, അമ്മയുടെ സംസാരം കേൾക്കുമ്പോഴൊക്കെ എൻ്റെ ഉമ്മായ ഓർമ്മ വരുന്നത്. ഇപ്പോൾ ഇതുപോലെ ഉമ്മ പറയാറുണ്ട്, ഉമ്മ കഷ്ടപ്പെട്ട പോലെ നമ്മൾ കഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറയാറുണ്ട്. ഇതുപോലെ കുറേ കടങ്ങളുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഉമ്മയെ ഓർമ്മ വന്നതാ, അവരിരുന്ന് കരയുന്ന പോലെ തോന്നിപ്പോയി. ഇതൊന്നും നമ്മൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. അഭിലാഷ്, അപ്പോൾ കോളേജിലൊക്കെ പോകുമ്പോൾ ഫ്രണ്ട്സൊക്കെ എന്താ പറയുന്നത്? ഫ്രണ്ട്സൊക്കെ അവർ ഇപ്പോൾ കുറച്ചായിട്ട് മറ്റേ എന്താ പറയുക വീഡിയോസ് ഇടാണ്ടായി. ഞാൻ കുറച്ച് ലാഗ്, ഞാൻ പറഞ്ഞു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെന്ന്, വീഡിയോസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായപ്പോൾ എൻ്റെ വീഡിയോ എനിക്കങ്ങനെ കുറച്ച് ലാഗാകാൻ തുടങ്ങി. അപ്പോൾ അവരിങ്ങനെ ചോദിക്കുക എന്താണ് വീഡിയോ ഇടാത്തത്. അവർക്കും കാണാൻ ഇൻട്രസ്റ്റ് ആയി, നമുക്ക് അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരും. അപ്പോൾ അങ്ങനെ അവർ ഭയങ്കര സപ്പോർട്ടാണ്, കോളേജിലാണെങ്കിലും പുറത്തൊക്കെ വീട്ടിനടുത്തൊക്കെ ആണെങ്കിലും. അപ്പോൾ അങ്ങനെയായിട്ട് പോകും. കോളേജിലെ ഹീറോ അഭിലാഷ് ആണെന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെയൊന്നുമില്ല, എന്നാലും എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ്. ഇവിടെ കോളേജിൽ എല്ലാവർക്കും എന്നെ അറിയാം, എനിക്കും അറിയാം. നമ്മൾ പെട്ടെന്ന് അങ്ങനെ സംസാരിക്കും, ഇങ്ങനെ സംസാരിക്കും. അങ്ങനെ അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിക്കുന്നവർ എല്ലാവരും ഒരേ സിറ്റുവേഷനിൽ നിന്ന് വരുന്നവരായിരിക്കില്ല. അപ്പോൾ നമ്മളെക്കാളും കഷ്ടപ്പെടുന്നവരുണ്ടാവും, ഒരു ടൂറിന് പോലും പൈസ കൊടുക്കാൻ പറ്റാത്ത അവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ക്ലാസ്സിൽ നിന്ന് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? അങ്ങനെ കുറച്ച് പേരുണ്ട്, പക്ഷെ ഞാൻ അതിൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. കാരണം നമ്മൾ പെട്ടെന്ന് പോയി ചോദിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഫീലായിട്ട് ചോദിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സിലുണ്ട്, പക്ഷെ ഞാൻ ചോദിച്ചിട്ടില്ല. പെട്ടെന്ന് ഫീലായി നമുക്കും അത് എന്തോ പരിപാടിയിൽ അങ്ങനെ ചോദിച്ചിട്ടില്ല. കാരണം പിന്നെ നമുക്ക് ടൂർ പോകേണ്ട അടുത്ത് എത്തിയിട്ടില്ല, സെക്കൻഡ് ഇയർ എത്തിയിട്ടുള്ളൂ, തേർഡ് ഇയറിൽ. പിന്നെ അങ്ങനെ എന്തെങ്കിലും എത്തുകയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്യും. അഭിലാഷിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഏറ്റവും വലിയ ആഗ്രഹം പറഞ്ഞാൽ അമ്മനെ അച്ഛനെ ഹാപ്പി ആയിട്ടിരിക്കണം എപ്പോഴും. അതാണ് എപ്പോഴും വലിയ ഹാപ്പി. അഭിലാഷിനെ കൊണ്ട് ഇപ്പം അമ്മ അച്ഛനും ഹാപ്പിയാണ്. അതെ. ഇനിയും ഏറ്റവും വലിയൊരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യം എന്തായിരിക്കും അഭിലാഷിന്? അമ്മയ്ക്കിപ്പോൾ പാവപ്പെട്ട അല്ലെങ്കിൽ മക്കളെ ഉപേക്ഷിച്ച് അച്ഛനമ്മയെ നോക്കണം എന്നാണ്. അഭിലാഷിന് എന്തായിരിക്കും? എനിക്കും അത് തന്നെയാണ്. പിന്നെ എൻ്റെ അമ്മയ്ക്ക് കുറേ കാലത്ത് ആഗ്രഹമാണ് ഒരു വീട് വേണമെന്നുള്ളത്. കാരണം ഇപ്പോൾ ഉള്ളത് റോഡ് വരെ വീടാണ്, അത് മഴ പെയ്താൽ വെള്ളമൊക്കെ ഉള്ളിൽ വീണും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീട് വെച്ച് കൊടുക്കണം. പിന്നെ ബാക്കിയുള്ള നമുക്ക് ഓൾമോസ്റ്റ് കടമൊക്കെ സോൾവ് ആകുമ്പോൾ ഇതുവരെയുള്ള ഓൾഡ് ഏജ് ഹോം, പിന്നെ വേറെ കുട്ടികളെ എൻ്റെ ചിലവിൽ പഠിപ്പിക്കുക, എൻ്റെ ചിലവിൽ നോക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കണം.
ഇപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് വേറെ ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കാനാണ് ഇപ്പോൾ ഉള്ള പദ്ധതി അതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്വന്തം വീട് തന്നെ ചോരുന്നുണ്ട്, നല്ല ഇതിലല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീട് ഒന്നും കൂടി നന്നാക്കാൻ ശ്രമിച്ചൂടെ? പക്ഷേ ഞങ്ങൾക്കുള്ള ഒരു ഓട്ടുപേര് വീടാണെങ്കിലും ഞങ്ങൾ അതിൽ സമാധാനവും സന്തോഷവും ഉണ്ട്. പക്ഷെ അവർക്ക് ഓട്ടുപേര് വീടില്ല, ഓലപ്പേര് വീടാണ്. മഴ പെയ്യുമ്പോൾ മഴവെള്ളം ഫുള്ള് അതിൻ്റെ ഉള്ളിലേക്കാണ് പോവുക. പിന്നെ അവർക്കാണെങ്കിൽ അവിടെ കുറേ കുട്ടികളുണ്ട്, പെൺകുട്ടികളൊക്കെ ഉണ്ട്. അവർക്കാണെങ്കിൽ ബാത്റൂമിൽ പോകാൻ സൗകര്യമില്ല, ബാത്റൂമേ ഇല്ല അവിടെ, വീടില്ല, ബാത്റൂമില്ല, വെള്ളമില്ല, അങ്ങനെയൊക്കെയാണ്. ഗവൺമെൻറ് പോലും അങ്ങോട്ട് പോകാറില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മളെന്തെങ്കിലും കൊണ്ടുവന്നാൽ ഇപ്പം തന്നെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അവർക്ക് വലിയ കാര്യമാണ്. എല്ലാവരും ഓടി ഓടി നമ്മുടെ അടുത്ത് വരും, എല്ലാ കാര്യങ്ങൾക്കും വരും. അപ്പോൾ നമുക്ക് അതൊക്കെ കാണുമ്പോൾ വലിയൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ അമ്മ പറഞ്ഞ പോലെ ഈ ഓടിച്ച വീട്ടിൽ, ചോരുന്ന വീട്ടിൽ ഞാനും കിടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. മഴ പെയ്യുമ്പോൾ വെള്ളം പാത്രം വെച്ചിട്ട് പിടിക്കുന്നത്, അതിൻ്റെ ചുറ്റും ഇരിക്കുന്നത് ഇപ്പം ആലോചിക്കുമ്പോൾ. പക്ഷെ ഇപ്പോൾ ഒരു നല്ല വീടുണ്ടെങ്കിലും ആ സമയത്ത് ശരിക്കും ഫ്രണ്ട്സിനെ വീട്ടിൽ കൊണ്ടുവരാൻ പോലും ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ അവരൊക്കെ വലിയ വീട്ടിലാണ്, നമ്മൾ ചെറിയ വീട് എങ്ങനെ കൊണ്ടുവരുന്നതെന്ന് ആലോചിച്ചിട്ട്. പക്ഷെ ഇപ്പം എനിക്കായപ്പോലും ഭയങ്കര അഭിമാനം. വീട് വലുത് വീട് ചെറുത് അങ്ങനെയല്ല, നമ്മളിന്റെ സ്വഭാവ ഗുണം. അതെ, പക്ഷെ നമ്മള് ചെറുതല്ലേ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നും. ആ പ്രായത്തിൽ എല്ലാവർക്കും തോന്നുന്ന കാര്യം തന്നെയാണ്. നമുക്ക് വീട് അങ്ങനെ ഇതൊന്നുമില്ല. പിന്നെ നമ്മൾക്ക് വേണം. ഇപ്പൊ ഇവര് കൊല്ലങ്കോട് പോയി കണ്ടപ്പോ എനിക്ക് എന്താ പറയാ, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒന്ന് പോയി അവരിനൊക്കെ ഒന്ന് കാണണം. അപ്പൊ അവരുടെ ജീവിതം നോക്കുമ്പോ നമ്മുടെ ജീവിതം ഒന്നും അല്ല. അതെ, നമ്മളൊക്കെ ഇപ്പൊ ഹാപ്പി ആയിട്ട് പോവുക. അവരുടെ ഉള്ളിൽ എന്തൊക്കെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ പോലും അവർക്ക് പോകണം പറഞ്ഞാൽ 5 കിലോമീറ്റർ നടന്നിട്ടോണം പോകാൻ. അവിടെ ഒരു വഴി പോലും ഇല്ല, വണ്ടി വരില്ല, ഒന്നും വരില്ല. അങ്ങനെ കല്ലും കട്ടയും വഴിയും ഒന്നുമില്ല. നമ്മൾക്ക് അതൊക്കെ കാണുമ്പോ നമ്മളെന്തെങ്കിലും എനിക്ക് ചെയ്തു കൊടുക്കണമല്ലോ. അപ്പൊ ശരിക്കും നിങ്ങളെപ്പോലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഭയങ്കര കുറവാ. എന്നാലും ചെയ്യുന്നവരില്ല എന്നല്ല, ഇല്ലാന്ന് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. അപ്പൊ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണല്ലോ ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇപ്പൊ ഇത് 4ാമത്തെ ഇന്റർവ്യൂ ആണ്. ഈ 4 ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ എത്തിയത്. അല്ലാണ്ട് ഞങ്ങളുടെ അമ്മയും മോന്റെയും സാമർത്ഥ്യം കൊണ്ടല്ലോ. നമ്മൾക്ക് അത്രയും ജനങ്ങൾ നമ്മൾക്ക് ഉള്ളത് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അമ്മയ്ക്ക് ഇങ്ങനെ കോളൊക്കെ വരാറുണ്ടോ? എനിക്ക് അങ്ങനെ വരാറില്ല. എനിക്ക് വരും, കാരണം പിന്നെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടാ എന്ന് പറഞ്ഞ് പറയാറുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോ എന്താ തോന്നുന്നേ? എനിക്ക് നല്ല എന്താ പറഞ്ഞ, ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അമ്മമാർക്കും അച്ഛന്മാർക്കും ഇങ്ങനെ ഒരു സമാധാനം ഇല്ല. അതെ, ഇപ്പൊ മക്കള് എവിടെയും പുറത്തു പോയി അല്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്തിട്ട് വരുവോ, അങ്ങനെ ഒരു വിഷമമാണ് ഇന്നത്തെ കാലഘട്ടം. നമ്മൾക്ക് ദൈവം വേണ്ടി വെച്ച് അതൊന്നുമില്ല. മക്കളെ പേടിച്ച് ജീവിക്കേണ്ട ആവശ്യം ഇന്ന് വരെ വന്നിട്ടില്ല, ഇനി വരില്ല എന്നാ വിചാരിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയാണ്. അതെ, അപ്പൊ അതുകൊണ്ട് അഭിലാഷിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ചെയ്യുമ്പോൾ ചെയ്ത് നോക്കിയാലോ എന്തെങ്കിലും? ഇല്ല, ഞാൻ അതാ പറഞ്ഞു, ഫസ്റ്റ് തന്നെ പറഞ്ഞു, നമ്മൾ അങ്ങനെ ചെയ്തോടെ നമ്മുടെ ഫോക്കസേ പോവും. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ നിൽക്കുന്നത് ആ മൈൻഡ് നമ്മുടെ ഔട്ടാവും. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ഇതുണ്ട്, ഞാൻ ഇപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞ് ഞാൻ എന്താവുമെന്ന് എനിക്കിപ്പോൾ തന്നെ അറിയാം. എന്താവും അല്ല, എന്താ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പം നമ്മളിപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ മൈൻഡിലേക്ക് പോകും. പിന്നെ നമ്മൾ അതിനുവേണ്ടി നിൽക്കില്ല. പിന്നെ നമ്മൾ പണിയെടുക്കുന്ന പൈസ നമ്മൾ ഇതിന് കൊണ്ട് ചിലവാക്കും. ഇപ്പോൾ കള്ളു കുടിക്കണമെങ്കിൽ കള്ളിന് വേണ്ടി ചിലവാക്കും. അങ്ങനെ അപ്പോൾ നമ്മൾ ആ പൈസ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതോറും നമ്മൾ അങ്ങനെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും, പിന്നെ അവർ സഹായിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് പോകാൻ എനിക്കിഷ്ടം. എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല, ഇനി തോന്നത്തുമില്ല. അഭിലാഷിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താ? അതാ ഞാൻ പറഞ്ഞു, ഫ്യൂച്ചർ പഠിച്ചിട്ട് എന്താണ് പഠിക്കുന്നുണ്ടല്ലോ? ഞാൻ ഇപ്പോൾ എടുത്തിരിക്കും പൊളിറ്റിക്സ് ആണ്. അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ ഒരു പൊളിറ്റിക്സിലേക്ക് ഇറങ്ങണം എന്നൊരു മൈൻഡ് വന്നിട്ടില്ല. പക്ഷെ അങ്ങനെ ഇറങ്ങി കൂടി കുറേ മാറ്റങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് കൊണ്ടുവരണമെന്നുണ്ട്. എന്തൊക്കെ മാറ്റം അഭിലാഷ് ഒരു പൊളിറ്റിക്കൽ ലീഡറായിട്ട് വന്നാൽ? നമ്മൾ ആകുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാലും നിന്റെ ഇപ്പോൾ അഭിലാഷിന്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ കാണില്ലേ, ഇപ്പോൾ ഉള്ള സിസ്റ്റം മാറ്റണം അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള രീതി ചേഞ്ച് ചെയ്യാനായിട്ടുള്ളത്? ഇപ്പം നമ്മൾ ഒരു റോഡ് പണിക്ക് പറഞ്ഞിട്ട് കുറേ കോടികൾ വാങ്ങുന്നുണ്ട്, പക്ഷെ ആ റോഡൊന്നും കാണാനില്ല. അപ്പോൾ നമ്മൾ അത് കൃത്യമായിട്ട് ചെയ്യും. പിന്നെ ബാക്കി വരുന്ന എമൗണ്ട് വരികയാണെങ്കിൽ ഇതുപോലെ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുക, പിന്നെ വേറെ അങ്ങനെ കുറേ സംഭവങ്ങൾ കൊണ്ടുവരിക. അങ്ങനെ ഇപ്പം നമ്മൾ അമേരിക്കയിലെ കണ്ടില്ലേ, അവരൊക്കെ എത്ര വലിയ ഇതിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോഴും എപ്പോഴോ പണ്ടത്തെ എപ്പോഴാണ് നിൽക്കുന്നത്.
അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു മാറ്റങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ വീടിന്റെ അടുത്തും ആൾക്കാരാ ഇതുപോലൊരു കുട്ടി ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ നല്ല സപ്പോർട്ടുണ്ട്, എല്ലാവരെയും നല്ല സപ്പോർട്ടുണ്ട്. ഉണ്ട്. അഭിലാഷിന് എങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഇഷ്ടപ്പെട്ട പൊളിറ്റിക്കൽ ലീഡർ ആരായിരിക്കും? എനിക്ക് പൊളിറ്റിക്സിനോട് അങ്ങനെ ഒന്നുമില്ല. പൊളിറ്റിക്സ് ആണല്ലോ പഠിക്കുന്നത്. പഠിക്കണതാണ്, പല പോകുന്നുണ്ട്, പഠിക്കണമെന്നില്ല. പിന്നെ നമ്മൾ പൊളിറ്റിക്സും അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോ ഒരു ഇഷ്ടപ്പെട്ട ഒരു ലീഡർ ആരായിരിക്കും? അങ്ങനെയൊന്നുമില്ല. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നു, നമ്മൾ SFIന്റെ ഞാൻ അങ്ങനെ നടക്കും. അപ്പൊ ചെഗുവേര. അതെ അതെ അങ്ങനെ അതെനിക്കും ഉണ്ടായിരുന്നു. ചോരത്തിളപ്പ് ഇപ്പൊ കഴിഞ്ഞു. കർച്ചീഫ് പോലും ചെകുവേരന്റെ ഉണ്ടായിരുന്നു. മുമ്പുണ്ടായിരുന്നു, ഇപ്പില്ല. ഇല്ല. അമ്മയ്ക്കാണെങ്കിലും എനിക്ക് അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഈ അങ്ങനെ എന്തെങ്കിലും സഹായങ്ങൾ വന്നിട്ടുണ്ടോ പൊളിറ്റിക്കൽ രീതിയിൽ? പൊളിറ്റിക്സിനില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അതന്നെ, പൊളിറ്റിക്സ് വന്നിട്ടില്ല, അല്ലാണ്ടും വന്നിട്ടൊന്നുമില്ല. നമ്മുടെ വീട് കൊണ്ടിട്ട് അവര് എന്തെങ്കിലും ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾക്കായിട്ട് സഹായങ്ങൾ ഇപ്പോൾ അഭിലാഷ് മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നത് കൊണ്ട് അതിനും വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ വരുന്നുണ്ട്. കുറച്ച് എമൗണ്ട് ആയാലും തരാൻ ആൾക്കാർ ഇപ്പോൾ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വളരാനായിട്ട് സഹായിച്ച ആരെങ്കിലുമൊക്കെ? ഇല്ല, അങ്ങനെ ആരുമില്ല. നമ്മൾ സ്വന്തമായിട്ട് തന്നെ പൈസ ഉണ്ടാക്കി നമ്മളങ്ങനെ പഠിച്ച് അങ്ങനെ ചെയ്യുന്നവരാണ്. നമുക്ക് ഇങ്ങോട്ട് ആരും വന്നിട്ടൊന്നുമില്ല, തന്നിട്ടില്ല. അങ്ങനെ ആരെങ്കിലും സഹായമായിട്ട് വന്നാലോ, ഞാനൊരു വീട് വെച്ച് തരാം അല്ലെങ്കിൽ വീട് നന്നാക്കി തരാം എന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നാൽ അങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങൾ ആ എമൗണ്ട് കൊണ്ട് വേറെ ആർക്കെങ്കിലും, വീടേ ഇല്ലാത്ത ആർക്കെങ്കിലും വെച്ച് കൊടുക്കാനേ പറയുള്ളൂ. കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് തന്നെ ഇപ്പൊ സുഖമായ 8 സെന്റ് സ്ഥലമുണ്ട്, അതിൽ നല്ലൊരു ഓട്ടുപര വീടുണ്ട്, 2 റൂമും ഉണ്ട്. ഇപ്പൊ നമുക്ക് അങ്ങനെ എന്താ പറയാ, നമ്മളുടെ സ്വന്തമായിട്ടിരിക്കാലോ, നമുക്ക് ആരെയും പേടിക്കണ്ടല്ലോ. ആൾക്കാർക്ക് വാടക കൊടുക്കാൻ പോലും പറ്റാണ്ട് അവര് ഇറങ്ങിപ്പോണ സാഹചര്യങ്ങൾ പലവർക്കും പലതും ഉണ്ട്. നമ്മൾക്കിപ്പോൾ അതൊന്നുമില്ല. നമുക്ക് എന്താ പറയാ, വർക്കുണ്ടെങ്കിൽ വർക്കിന് പോകണം, അത് കഴിഞ്ഞ് വന്നാൽ സുഖമായി കിടന്നുറങ്ങണം. ഇപ്പൊ ഹാപ്പി ആയിട്ട് പോവുകയാണ്. ഇപ്പോൾ ഇനിയുള്ള പുതിയ വിശേഷങ്ങളൊക്കെ എന്തായിരിക്കും മുന്നോട്ടുള്ള പുതിയ വിശേഷം? പറഞ്ഞാൽ അതന്നെ പറഞ്ഞില്ലേ, അത് അമ്മയുടെ ആഗ്രഹം, ഒരുപാട് പേരെ നോക്കണം എന്നുള്ളത്. ഇനി അല്ല, അത് കുറച്ച് എമൗണ്ട് കിട്ടി അല്ലെങ്കിൽ അതിനൊരു സാഹചര്യം കാണുന്ന ആൾക്കാരെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് ഞങ്ങൾ പോവുകയും ചെയ്യും, പാവങ്ങളിനെയൊക്കെ സഹായിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും എല്ലാവരും ഉണ്ടെങ്കിൽ കാണുന്ന ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യട്ടെ. ഞങ്ങൾ കൂടുതൽ ചെയ്യും. അപ്പൊ ഞങ്ങൾ വീണ്ടും കൂടുതലായിട്ട് ചെയ്യും. അപ്പോൾ ഇനി വീട്ടിലൊക്കെ പോയിട്ട് എന്താ പ്ലാൻ? വീട്ടിൽ പോയിട്ട് പ്ലാൻ ഒന്നുമില്ല, പോയി ഉറങ്ങും. അമ്മ കാറ്ററിംഗ് നടത്തോണ്ട് നേരെ ഉറക്കം കിട്ടില്ല, ഉറങ്ങും. അമ്മയുടെ ഫുഡ് അഭിലാഷിന് ഇഷ്ടമാണോ? അച്ഛനൊക്കെ ഇഷ്ടമാണോ? കഴിക്കും, കൊണ്ടുവരും, കഴിക്കും. അല്ല, ഞാൻ ഫുഡ് വെക്കാൻ പോയ അവിടെ നിന്ന് കൊണ്ടുവരും. അമ്മ അവൻ പറയുന്നത് കേട്ടോ? അപ്പൊ നാളെ മുതൽ പുറത്തു പോയി കഴിച്ചോട്ടെ, അത് തീരുമാനം. നാളെ മുതൽ പുറത്തു പോയി കഴിച്ചോ? എന്താണ് ചോദിച്ചാ വെക്കുന്നില്ല. എന്താണ് ഞാൻ വെച്ചത് നിങ്ങൾ വേണോ വേണ്ടിക്കല്ലേ കഴിക്കണത്, അപ്പൊ ഇനി നാളെ മുതൽ വെക്കുന്നില്ല പറയാ അല്ലേ? നല്ല കാര്യം, വെക്കണ്ട. ഒരു ഹോട്ടൽ ഭക്ഷണം കഴിച്ചോട്ടെ. ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞൂടെ? അതെ, നന്നായിട്ടുണ്ട്. വിശപ്പുണ്ട് കഴിക്കുന്നു. ഇല്ല, അങ്ങനെയല്ല, എന്നാലും കഴിക്കും. എനിക്ക് പുറത്തു പോയി കഴിച്ചാൽ പറയാം അയ്യോ വീട്ടിൽ വെച്ചതാ നല്ലത് പറയും. അഭിലാഷ് എങ്ങനെ വീട്ടില് കുസൃതി അങ്ങനെയുള്ള കാര്യങ്ങൾ സീരിയസ് ആയിട്ടുള്ള ഒരു മോൻ തന്നെയാണോ? സീരിയസ് ആണ്, അങ്ങനെ ഒരുപാട് സീരിയസ് ഒന്നുമില്ല, എന്നാലും നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഈ ഒരു 19 വയസ്സിൽ ഇപ്പൊ ഞാനായാലും എനിക്ക് 21 വയസ്സ്, ഞാൻ ഈ പ്രായത്തിൽ കാണിക്കേണ്ട വികൃതി തരോ അലമ്പത്തരോ ഒക്കെ വീട്ടിൽ കാണിക്കും. കുറെ വഴക്കൊക്കെ കിട്ടാറുണ്ട്. അപ്പൊ അതുപോലെയൊക്കെ കേൾക്കും, ചിലപ്പോ അത് ചെയ്തില്ല അങ്ങനെ ഇങ്ങനെ വഴക്ക് പറയും. വഴക്ക് പറയാണ്ടിരുന്നാ പിന്നെ നമ്മളൊരു അമ്മയല്ലോ. ശരി. അപ്പൊ അടിക്കുകയൊക്കെ ചെയ്യും. ലാസ്റ്റ് ആയിട്ട് അടി കിട്ടി എന്തിനാ? അത് ഓർമ്മയില്ല, കിട്ടണോ. കുറച്ചായിട്ട് അടി കിട്ടിയിട്ടില്ല, അതിന്റെ ഒരു കുറവുണ്ട്. അതിന്റെ ഒരു കുറവ് കാണുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉടനെ ഉണ്ടാക്കണം. കിട്ടിയ നല്ല അടി കിട്ടും. ഇപ്പോ 3 മക്കളല്ലേ, 3 മക്കളിൽ ഏറ്റവും ഇഷ്ടം അഭിലാഷിനെയാണോ? അങ്ങനെയൊന്നുമില്ല, 3 പേരും ഒരേപോലെ ഇഷ്ടമാണ്. ചേച്ചിമാരുമായിട്ട് എങ്ങനെയാ? അവര് കല്യാണം കഴിഞ്ഞ് പോയപ്പോ നമുക്ക് അങ്ങനെ അവര് അങ്ങോട്ട് വരില്ലല്ലോ, വരും വല്ലപ്പോഴൊക്കെ വരുള്ളൂ. അപ്പോൾ അവരുള്ള സമയത്ത് നല്ല ജാളിയായിരുന്നു, അടിപൊളി. എപ്പോഴും അടി കൂടും, 3 പേരും വഴക്ക് കൂടും, 3 പേരും കൂടി തല്ലി കൂടും, അങ്ങനെയൊക്കെ ആയിരുന്നു. അവരും ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വിളിച്ച്
ഓ നമ്മളെ വീഡിയോ ഇട്ടാ അപ്പൊ തന്നെ വിളിക്കും, കണ്ടു വിളിക്കും. ഒന്നിനും നന്നായിട്ട് വിളിക്കും. കുറ്റുവാണെങ്കിൽ കുറ്റം പറയും, എന്താണെങ്കിലും അപ്പൊ തന്നെ ഓപ്പണായിട്ട് പറയും. ഇപ്പൊ വീട്ടുകാർ മുഴുവനും നാട്ടുകാരും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഇതിൽ കൂടുതൽ എന്തേലും വേണ്ടേ? അതെ. അപ്പോൾ എന്തൊക്കെയായാലും അഭിലാഷിൻ്റെ ആഗ്രഹം പോലെ ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റട്ടെ, ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റുന്ന ഒരാളായി മാറട്ടെ. അമ്മയുടെ ആഗ്രഹം പോലെ ഒരുപാട് പേരെ വീട്ടിൽ കൊണ്ട് നിർത്താനോ അല്ലെങ്കിൽ അതുപോലൊരു വീട് വെച്ച് അപ്പൊ നമ്മൾക്ക് എപ്പോഴും ആളും ബഹളവും സൗണ്ടും ഒക്കെ ഉണ്ടാവുമല്ലോ എന്നാ എൻ്റെ ഒരു ആഗ്രഹം. എന്തായാലും ഉടനെ തന്നെ അഭിലാഷ് എന്ന് പറയുന്ന മകൻ സാധിച്ചു തരും അല്ലേ? നടത്തും. കാരണം നമ്മുടെ അമ്മയ്ക്ക് അച്ഛനെ പിടിച്ചിട്ട് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അത്രയും വളർത്തി വലുതാക്കി എന്താ അർത്ഥമുള്ളൂ? എന്നെ ഭാഗത്ത് എന്തായാലും ഞാൻ ചെയ്യണം. അമ്മയ്ക്ക് വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല? വേറെ എനിക്ക് ആഗ്രഹമൊന്നുമില്ല. അഭിലാഷ് അമ്മയ്ക്ക് വേണ്ടി എന്താ ചെയ്തു കൊടുത്തിട്ടുള്ളത്? അങ്ങനെ അത് ഓർമ്മയൊന്നുമില്ല. അമ്മയ്ക്ക് എന്താണോ വേണ്ടത് അത് വാങ്ങിച്ചു കൊടുക്കും, ചെയ്തു കൊടുക്കും. അമ്മ അങ്ങനെ ആഗ്രഹങ്ങൾ പറയാറുണ്ടോ? അമ്മയ്ക്ക് ഇന്നത് വേണം അഭിലാഷേ, അത് വേണം, ഇത് വേണം, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. ഞങ്ങളിപ്പോ വൈകുന്നേരം കടയിൽ പോകാൻ തോന്നും, പോയി ഭക്ഷണം കഴിക്കും. അങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് പുറത്തു പോകുന്ന പറയും, അപ്പൊ തന്നെ പുറത്തു. ഇപ്പൊ വണ്ടി എടുത്തിട്ടുണ്ട്, അപ്പൊ വേഗം വണ്ടി എടുത്ത് വേഗം പോയിട്ട് വരും, പോയി ഭക്ഷണം കഴിക്കും, വരും. അമ്മയ്ക്ക് അങ്ങനത്തെ പുറത്തു പോകണം. ഇതിപ്പോ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. പുറത്ത് പോകണം പറഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് വരുള്ളൂ. ട്രിപ്പ് പോവുക, അവിടെ പോവുക, ഇവിടെ പോവുക, അങ്ങനെ മുതുവരെ പോയിട്ടില്ലല്ലോ, അപ്പൊ ഇനി അങ്ങോട്ട് പോകാൻ വേണ്ടി. അപ്പൊ ഇന്നാളെ ഒരു ചേച്ചി കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടാണ് എന്താ അടിപൊളിയാ. ഞാൻ പറഞ്ഞു ഇനി ഞങ്ങൾ എപ്പോഴും പുറത്തു പോവുക തന്നെ. ഇതുവരെ പണി പറഞ്ഞ് നടന്നതല്ലേ, ഇനി കുറച്ച് ആസ്വദിച്ച് നടക്കട്ടെ. അതെ, എത്ര കാലം പണിയെടുക്കും? നഷ്ടപ്പെട്ടല്ലോ, ഇനിയല്ലേ ആസ്വദിക്കാനുള്ളേ. അതെ, നമ്മൾക്കൊന്നും നഷ്ടപ്പെടാനുമില്ല, ഒന്നും നഷ്ടപ്പെട്ടിട്ടുമില്ല. അപ്പൊ അമ്മയ്ക്ക് പോവാൻ ഇഷ്ടമുള്ള സ്ഥലം ഏതാ? എനിക്ക് അങ്ങനെ പോവൊന്നും വേണ്ട, എനിക്ക് പോണതൊന്നും അങ്ങനെ ഇഷ്ടമല്ല. പിന്നെ എന്ത് ചെയ്യുന്നതാ ഇഷ്ടം? എനിക്ക് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, എനിക്ക് അങ്ങനെ യാത്ര ചെയ്യുന്നതേ ഇഷ്ടമല്ല. വീട്ടിൽ സംസാരിക്കാൻ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അടിപൊളി. അതാണ്. അല്ലാണ്ട് എനിക്ക് ഇങ്ങനെ പുറത്ത് അതൊന്നും കറങ്ങാൻ പോകണമെന്നും ഇഷ്ടമല്ല. നമ്മുടെ കുടുംബശ്രീ കുറ്റം പറഞ്ഞിട്ടില്ലേ? കുടുംബശ്രീയിൽ പോയാലും ഞാൻ ഒരു 5 മിനിറ്റ് ഇരിക്കും, അയ്യോ ഞാൻ പോണോ പറയും. അവിടെയും പോയി നിൽക്കില്ല. ഒരു കാര്യം ചെയ്താൽ മതി, അഭിലാഷിനെ കൊണ്ടൊന്ന് കല്യാണം കഴിപ്പിച്ചാൽ മതി, ഒരു കുട്ടി വരില്ലേ? അതെന്തായാലും ഞാൻ 25 വയസ്സെന്ന് പറഞ്ഞ 25 വയസ്സിൽ ചെയ്യണം എന്നാണ് ഒരാഗ്രഹം. ഇപ്പോഴേ നീ നോക്കി വെച്ചോ. അതെ, നമ്മള് ഡിഗ്രി കഴിയുമ്പോൾ 20 വയസ്സാവും. പെണ്ണ് നോക്കാൻ തുടങ്ങിയാൽ 22 വയസ്സിൽ എൻഗേജ്. ഞാൻ പറയുന്നത് ഒരു വീട് കയറ്റിയതും ഫുൾ പ്ലാൻഡ് ആണ്. ഒരു വീട് പണി കഴിഞ്ഞതും കല്യാണവും വീട് പണി ഒപ്പം. അഭിലാഷ് ആരെ നോക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാ ജനങ്ങളും സപ്പോർട്ട് ചെയ്താൽ അത് നടക്കും. അപ്പോൾ ഈ കാണുന്ന പ്രേക്ഷകരോട് അമ്മയ്ക്കും അഭിലാഷിനും എന്താ പറയാനുള്ളത്? ഇതുവരെ സപ്പോർട്ട് ചെയ്യാൻ ഭയങ്കര നന്ദിയുണ്ട്. കാരണം അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളോട് എത്തിയത്. ഇനി അങ്ങോട്ടോ എല്ലാ സപ്പോർട്ട് എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് കിട്ടട്ടെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടട്ടെ, അമ്മയുടെ ആഗ്രഹം ഒക്കെ നടക്കട്ടെ, അതുപോലെ അഭിലാഷിൻ്റെ ആഗ്രഹം നടക്കട്ടെ, പഠിച്ച് വലിയ നിലയിലെത്തി ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റട്ടെ. അന്ന് ഈ താഴെ നിന്നിട്ട് ഞാനിങ്ങനെ കാണുമ്പോൾ അഭിലാഷ് വലിയൊരാളായിരിക്കണം, ഉറപ്പായിട്ടും. അപ്പോൾ ഇത്രയും നേരം സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം.